ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ എനിക്ക് സുഖമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വിധവകൾക്ക് യാത്ര പോകാൻ പാടില്ലേ? വിധവകൾ അടിച്ചമർത്തപ്പെട്ടവരാണോ? വിധവകൾ എന്ന് പറയുന്നത് അള്ളാഹു ആക്കിയതാണ്. അതിനെ നമ്മളാലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് ഭർത്താവില്ല എന്നും പറഞ്ഞിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഭർത്താവിൻ്റെ ഒപ്പം യാത്ര പോകാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് ഈ മക്കൾ മുതിർന്ന് മക്കൾക്ക് സാഹചര്യം വരുമ്പോൾ ഉമ്മമാരുടെ മക്കൾ യാത്രകൾ കൊണ്ടുപോകും. അത് സ്വാഭാവികമാണ്. അത് പറഞ്ഞിട്ട് അതിനിങ്ങനെ കുരുപൊട്ടാനിരിക്കുന്ന ഓരോ മുസ്ലിയാക്കന്മാരും അവരവരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് അവരവർക്ക് ആസ്വദിക്കാനുള്ളതാണ്. അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല അവനവൻ്റെ ജീവിതം. അത് നമുക്ക് ആസ്വദിക്കാൻ എങ്ങനെ പറ്റുമോ അങ്ങനെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക. ഭർത്താവില്ല എന്നും പറഞ്ഞിട്ട് വെള്ള സാരിയും ചുറ്റി ദിക്റും സലാത്തും ചൊല്ലിയിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നാണോ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്? ഈ മുസ്ലിയാക്കന്മാർക്കും എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യങ്ങൾ? ആശ്രീൻ്റെ മക്കൾ കൊണ്ടുപോയി ആശ്രീ നല്ലൊരു സന്തോഷം മനസ്സിന്. ഭർത്താവ് മരിച്ച് എന്നും ദുഃഖിച്ച് രോഗിയായി ഇരുന്ന് നോക്കാൻ ആരുമില്ല, കിടപ്പ് രോഗിയായി മക്കൾക്ക് ഭാരാക്കി അങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ആക്കണം അല്ലേ? ഇതാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. വേറൊരു ഇതിൽ പറയുന്നുണ്ടല്ലോ, ഈ രാജ്യങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ രേണുക, അവൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, അവളുടെ ഭർത്താവ് മരിച്ചു, അവൾക്ക് ജീവിക്കണമെങ്കിൽ അവൾക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ രേണുക അഭിനയിച്ചപ്പോൾ ഈ വർത്തമാനങ്ങളൊക്കെയും വന്നവർ എൻ്റെ ദിലീപും ഗോപിയും കൂടി അഭിനയിച്ചപ്പോൾ ഇവരെന്താ ഒന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും. ഇതിനെക്കാട്ടിലും വൾഗറായിട്ടാണല്ലോ അവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാന്ത് പൊട്ടുന്ന സിനിമ തലയിലേറ്റി വെച്ചവരാണല്ലോ. ഇവള് ഒരു കുഞ്ഞു കുട്ടിനെയും വെച്ചിട്ട് ജീവിക്കണ്ടേ? അവിടെ നാടകത്തിലും ഒക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അഭിനയിക്കുമ്പോൾ അവൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടാകും. അതിനെന്താണ്? ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിയില്ലേ ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാളുടെ നിന്ന് കിട്ടിയിട്ട് നമുക്കൊന്നും ആവില്ല. അതൊക്കെ അങ്ങനെ ജീവിക്കുന്നവരിനെ കൊണ്ട് ചോദിക്കണം അതിൻ്റെ വിഷമങ്ങൾ എന്താണെന്നുള്ളത്. ഒരാൾ നമുക്ക് തരുമ്പോൾ അതിന് കണക്കുണ്ടാവും. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് നമ്മൾ അതിൽ നിന്നൊരു 10 രൂപ വരുമാനം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ അങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. ഇതൊക്കെ അനുഭവിക്കുന്നവരോട് ചോദിക്കണം അതിൻ്റെയൊക്കെ. അല്ലാതെ വായിൽ വന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ ഇവർക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ? ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ ഭയങ്കര പാടാണ്. അതും പറഞ്ഞിട്ട് തോന്നിയവാസൽ നടക്കണം എന്നല്ല പറയുന്നത്. ഇതൊന്നും അങ്ങനെയല്ല. അവർക്ക് പറഞ്ഞാൽ അവരുടെ അഭിനയമാണ്. അഭിനയിക്കലും അവർക്കൊരു ജീവിത മാർഗ്ഗമാണ്. അതുപോലെ എങ്ങനെല്ലാം വിധത്തിൽ ഓരോരുത്തർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും പറയാത്തത് എന്താ? ഇതിപ്പോൾ അവൾ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആയതുകൊണ്ട് ഭർത്താവ് മരിച്ചവർക്ക് ജീവിതത്തിൽ സ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് കൊണ്ട് താഴ്ത്തി കെട്ടി വെച്ചിരിക്കുകയാണ്. ഭർത്താക്കന്മാർ ഭാര്യമാർ മരിച്ചാലോ പിറ്റേ ഒരു 10 ദിവസം കാത്തു നിൽക്കും. പിന്നെ ഞങ്ങളെ നോക്കാനല്ല, ഞങ്ങൾക്ക് അത് ചെയ്തു തരാനല്ല, ഇത് ചെയ്തു തരാനല്ല പറഞ്ഞിട്ട് അവർ വേറെ പോയി കല്യാണം കഴിക്കും. അതുപോലെ ഇന്ന് പെണ്ണുങ്ങളായാലും അത്ര എളുപ്പമൊന്നും കല്യാണം കഴിക്കാൻ പോകില്ല. അവനെൻ്റെ മക്കളെ വലുത്, അവരെ വലുത് പറഞ്ഞിട്ട് പിന്നെ ഈ കല്യാണം കഴിക്കുന്നത് അപമാനമാണ്. നമുക്ക് നമ്മുടെ ഒന്നോടുകൂടി മരിച്ച് പിരിഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അതൊന്നും കണക്കാക്കില്ല. ഒരു യാത്ര പോയാൽ അങ്ങനെയൊക്കെ ചെയ്ത ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് സ്ഥാനമാണ് ഈ ലോകത്തുള്ളത് എന്ന്. അങ്ങനെയല്ല. അതുകൊണ്ട് ഈ പറയുന്നവർക്കൊന്ന് മനസ്സിലാക്കുക. ഈ ഭർത്താക്കന്മാർ മരിച്ച പെണ്ണുങ്ങളെ അതമ്പതിച്ച് അടിമകളായി ജീവിക്കുന്നൊന്നും ഇന്നത്തെ കാലത്ത് ആരും ചിന്തിക്കണ്ട. അതുകൊണ്ട് ഏത് ഉസ്താദുമാരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, അതിന് വെച്ച പാത്രം വാങ്ങി വെച്ചാളി. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അത്രയേ ഉള്ളൂ.